നമ്മൾ തമിഴ്നാടുമായി യുദ്ധത്തിനൊന്നുമില്ല. ഒരിക്കലും കേരളം തമിഴ്നാടുമായി യുദ്ധത്തിന് പോയിട്ടുമില്ല. ഈ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് ഇത്രമാത്രം കടന്ന് തമിഴ്നാട് സംസാരിച്ചത് ആ ഒരു വിധത്തിൽ വലിയ ദുഃഖമുള്ള ഒരു വിഷയമാണ്. ഡാമിൻ്റെ ജലനിരപ്പ് ഉയർത്തുമെന്നും കൂടി കടന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെവിടെ എത്തി നിൽക്കും? മുല്ലപ്പെരിയാർ ഡാം പണിയാൻ അനുവദിക്കില്ല എന്നുള്ള തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവനയാണ് ഒടുവിൽ നിയമസഭയിൽ വരുന്നത് കേട്ടോ. അവരുടെ നിയമസഭയിൽ വരുന്നത് ഇത് ഇത്രത്തോളം ഉത്തരവാദിത്തമില്ലാതെയാണോ? തമിഴ്നാടിൻ്റെ ആ പ്രഖ്യാപനം അപലപനീയമാണ്, ഖേദകരവുമാണ്. കാരണം കേരളത്തിൻ്റെ പ്രഖ്യാപിതമായ നിലപാട് പുതിയ ഡാം പണിയണമെന്നുള്ളതും കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ള മുദ്രാവാക്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ആ ഒരു കോംപ്രമൈസാണ് കേരളം മുന്നോട്ട് വച്ചിട്ടുള്ളത്. പക്ഷേ പുതിയ തമിഴ്നാട് സർക്കാർ അവരുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അസന്നിഗ്ധമായി മുല്ലപ്പെരിയാറിൽ ഡാം പണിയാൻ അനുവദിക്കില്ല എന്നും ഡാമിൻ്റെ ജലനിരപ്പ് ഉയർത്തും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ കയ്യിലൊന്നും അല്ല ഈ കേസിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ നിലവിലുള്ളത് 2022 സുപ്രീം കോടതിയുടെ അവസാനത്തെ ഇടക്കാല ഉത്തരവിനനുസരിച്ചും 2021 കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ പാസാക്കിയ ഡാം സേഫ്റ്റി ആക്ട് അനുസരിച്ചും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിധിയിലാണ് മുല്ലപ്പെരിയാർ ഡാം വിഷയം നിലനിൽക്കുന്നത്. കേരളവും തമിഴ്നാടും NDSAയുടെ മുൻപിൽ ഒരുപോലെ തന്നെയാണ്. അതിനകത്ത് തമിഴ്നാടിന് പ്രത്യേകമായ ഒരു പരിഗണനയൊന്നുമില്ല. ഇതൊരു തർക്ക വിഷയമായി നിൽക്കുന്നുണ്ട്. NDSA അത് പരിശോധിക്കുന്നു. അപ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിഗണനയിലേക്ക് നാഷണൽ ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ച് വന്നിട്ടുള്ള ഈ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് ഇത്രമാത്രം കടന്ന് തമിഴ്നാട് സംസാരിച്ചത് ആ ഒരു വിധത്തിൽ വലിയ ദുഃഖമുള്ള ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് അദ്ദേഹം കേരള സർക്കാരിന് വേണ്ടി കേരളം മുൻപ് കേരളത്തിൻ്റെ സുരക്ഷയെ കരുതിക്കൊണ്ട് എടുത്തിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അത് നമ്മൾ NDSAയുടെ മുൻപിലും അവതരിപ്പിച്ചിട്ടുള്ള വിഷയം തന്നെയാണ്. പക്ഷേ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും ഡാമിന് ബലക്ഷയമില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളും തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് വലിയ ദുഃഖമുള്ള ഒരു വിഷയമാണ്. അതുമാത്രമല്ല, ഡാമിൻ്റെ ജലനിരപ്പ് ഉയർത്തുമെന്നും കൂടി കടന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെവിടെ എത്തി നിൽക്കും? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 142 അടി ഇപ്പോൾ തന്നെ വർഷകാലം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർഷകാലം ആരംഭിച്ച സ്ഥിതിയിൽ എപ്പോഴെങ്കിലും ഡാമിൻ്റെ ജലനിരപ്പ് ഉയർന്നാൽ പെരിയാറിൻ്റെ തീരദേശവാസികളായിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും നേരിട്ട് കണ്ട് ബോധ്യമുള്ളവരാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ പറയാണ് ഇതിൻ്റെ ജലനിരപ്പ് ഉയർത്തുമെന്നുള്ളത്. ജലനിരപ്പ് ഉയർത്തി 152 അടിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഡാമിനെ സംബന്ധിച്ച് അല്ലെങ്കിലേ തന്നെ വലിയ തോതിലുള്ള ഭയം ഉളവാക്കുന്നുണ്ട്. മാത്രമല്ല, വളരെ വിദഗ്ധമായിട്ടുള്ള സമിതി റിപ്പോർട്ടുകൾ ഉൾപ്പെടെ അതിന് തെളിവായിട്ടുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഏതായാലും NDSAയുടെ പരിധിയിൽ നിൽക്കുന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത്രമാത്രം ആധികാരികതയോടുകൂടി തമിഴ്നാട് നയപ്രഖ്യാപനം നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വെല്ലുവിളി നിലയിലല്ലേ ഇത് കാണേണ്ടത്? ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ആ പ്രഖ്യാപനം വേണ്ടിയിരുന്നില്ല, അത് അപലപനീയമാണ്. അക്കാര്യത്തിൽ തമിഴ്നാട് നിലപാട് തിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പുതിയ മുഖ്യമന്ത്രി ശ്രീ തിരു വിജയ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ലവണ്ണം പഠിച്ച് നിലപാട് പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കരുതുന്നു. നമ്മൾ തമിഴ്നാടുമായി യുദ്ധത്തിനൊന്നുമില്ല. ഒരിക്കലും കേരളം തമിഴ്നാടുമായി യുദ്ധത്തിന് പോയിട്ടുമില്ല. ഇത്രമാത്രം കാലപ്പഴക്കം വന്ന് 130 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഡാം, അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്നത് പോലെ സുർക്കിയും ചുണ്ണാമ്പും ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഡാം, അതിൻ്റെ ആയുസ് കഴിഞ്ഞു. ഏതൊരു മനുഷ്യനിർമ്മിത വസ്തുവിനും അതിൻ്റേതായ ആയുസ്സുണ്ട്. ആ ആയുസ്സിന് ശേഷം ഒരു കെട്ടിടമാണ് ആയിക്കൊള്ളട്ടെ, ഇനി അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നിർമ്മിതി ആയിക്കൊള്ളട്ടെ, പാലമായിക്കൊള്ളട്ടെ, റോഡായിക്കൊള്ളട്ടെ, എന്ത് നിർമ്മിതിയുമാണെങ്കിലും അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ അത് പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം എല്ലായിടത്തും നടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ ഈ പറയുന്നത് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ആ കാര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയത്തിൽ പുതിയ ഡാം എന്നുള്ളത് അനിവാര്യതയായി വരും. അപ്പോൾ ആ ഒരു അവസരം, അതിലേക്ക് കാര്യങ്ങൾ വഴിതെളിക്കാൻ രണ്ട് സർക്കാരുകളും ഒരുമിച്ച് നിന്ന്, സഹോദര സംസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ കേരളവും തമിഴ്നാടും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്.